ആരവങ്ങളുടെ അരങ്ങിൽ ആത്മാർപ്പണത്തിന്റെ അതുല്യ നിമിഷം. ഇത് റെഡ് കാർപ്പറ്റ്. So let's begin this show. This is Chungat Jewelry Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ വന്നിരിക്കുന്ന മറ്റാരുമല്ല, ഏതൊരു ക്യാരക്ടറും തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിക്കാനും ഏത് ലുക്കിൽ വേണമെങ്കിലും മേക്ക് ഓവർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരാനൊക്കെ ടാലന്റഡ് ആയിട്ടുള്ള ദ ബ്യൂട്ടിഫുൾ നമിത പ്രമോദ്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ നമിത ഇങ്ങനെ ഒരു ഏഞ്ചലിനെ പോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പാട്ടിന് ആപ്റ്റായിട്ട് ഇന്ന് ഇറങ്ങി വന്നു. എനിവേ, ഇനി നമുക്ക് ലോക്ക്ഡൌൺ സമയത്ത് നടന്നൊരു വിശേഷം, അതായത് ഒരു പുതിയ വീട് അല്ലെ, അതിനൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ നടത്തി. സോ അതിനെ കുറിച്ചൊരു പറയൂ. പുതിയ ഫ്ലാറ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു വർഷമായി ഞങ്ങൾ മേടിച്ചിട്ട്. അപ്പോൾ ആ ഇന്റീരിയർ ഒക്കെ തുടങ്ങുന്ന സമയമായപ്പം നമ്മുടെ ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്നിട്ട് ലോക്ക്ഡൗൺ ആയി. അപ്പോൾ സാധനങ്ങളില്ല, സപ്ലൈ ഇല്ല, ഒന്നുമില്ല, മൊത്തത്തിൽ പ്രശ്നം. എന്നിട്ട് ഞങ്ങൾക്ക് മിക്കവാറും വീണ്ടും ലോക്ക്ഡൗൺ വരും എന്നൊരു സമയത്താണ് പിന്നീട് ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്തത്. കാരണം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 month കൊണ്ട് കഴിഞ്ഞു. അപ്പോ അതിന്റെ ഒരു നമിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമിത ഒരു പൃഥ്വിരാജിന്റെ ഫാൻ ഗേൾ ആയിരുന്നു അല്ലെ. പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അത് സാധിച്ചു. നായികയായിട്ട് തന്നെ അഭിനയിച്ചു. പൃഥ്വിരാജിന്റെ മാത്രമല്ല, ഒരേ സിനിമയിൽ 3 പേരുടെ നായികയായിട്ട് അഭിനയിച്ചു. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ തോന്നിയൊരു? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം രാജുവേട്ടന്റെ അടുത്ത് എനിക്ക് രാജുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഷൂട്ടിന്റെ ആ ദിവസം ഞങ്ങൾ മട്ടാഞ്ചേരിയിലായിരുന്നു ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ രാത്രിയാണ്. അപ്പൊ ജയേട്ടൻ, ഇന്ദ്രേട്ടൻ, രാജുവേട്ടൻ 3 പേരും നിൽക്കാണ്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ടേ രാജുവേട്ടന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ ഇന്ദ്രേട്ടൻ ചോദിച്ചു ഏത് സിനിമ? ഞാൻ പറഞ്ഞു വെള്ളി നക്ഷത്രം. അപ്പൊ ഏത് ക്ലാസ്സില്? അപ്പൊ ഞാനത് 4th 5th അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ സ്വപ്നക്കൂട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് പറഞ്ഞു. അപ്പോൾ രാജേട്ടൻ അന്ന് പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പണ്ട് രാവൺ ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റായിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു നിങ്ങൾ ആ സെറ്റിൽ ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ. കാരണം ഇവര് 3 പേരും ആദർശൊക്കെ എല്ലാരും കൂടി ഒരു രസമുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും അല്ലേ? നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഏരിയയിൽ ഈ ഗുജറാത്തി സ്വീറ്റ്സ് അങ്ങനത്തെ കുറെ സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് അവിടുത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാവും. അമ്മമാരൊക്കെ നമുക്ക് ഉച്ചയാകുമ്പോൾ പൊരിച്ച ഐസ്ക്രീം ഇങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. പിന്നെ അത് വേറൊരു ആംബിയൻസ്. ഇവര് 3 പേരും കൂടെ ചേരുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. ആദർശിക്കാൻ പറഞ്ഞിരുന്നു അവര് 3 പേരും കൂടി ആകെ അലമ്പാണെന്ന്. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഇവര് 3 പേരും, ഈ നായകന്മാർ 3 പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു പട്ടായയിൽ പോകണം എന്ന്. ആൻഡ് സിനിമയുടെ ലാസ്റ്റ് വരെ അവർക്ക് പട്ടായയിൽ പോകാനും പറ്റിയില്ല. പക്ഷെ സിനിമയിലെ നായികയാണെങ്കിൽ പട്ടായയിൽ പോയി കറങ്ങി അടിച്ച് ഇങ്ങനെ നടന്നു. അതും വിത്ത് ഫാമിലി അല്ലേ? ഫാമിലി ആയിട്ട് ആദ്യത്തെ പ്രാവശ്യം പോയി. അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അല്ലാണ്ട് പോയി അച്ഛനുമായിട്ട് വർക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അതൊരു 1.5 മാസം, മോസ്റ്റ്ലി ഒരു 1.5 മാസത്തിന് മേലെ അവിടെ പട്ടായയിൽ പോയിട്ട് എന്തൊക്കെയായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്? പട്ടായയില് വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്ന ആദ്യത്തെ അച്ഛനും മോളും നമ്മള്, ഞാനും അച്ഛനും പോയി. ഞങ്ങൾ അവിടുത്തെ ഫുഡ് പോകുമ്പോ ഒരു ഇതുണ്ടാവില്ല, അയ്യോ എന്തെങ്കിലും ഒരു ഞങ്ങൾ മോൻ നോക്കാറില്ല. അച്ഛന്റെ ലോകത്ത് നമിതയുടെ ഒരുമിച്ച് നടക്കുന്നേ. അച്ഛൻ ഇങ്ങോട്ടായിരിക്കും, ഞാൻ ഇങ്ങോട്ടായിരിക്കും. ഫുഡ് ഇത് ചെയ്യാ, അവിടെ പല രീതിയിലുള്ള മീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്തില്ല. ബേസിക് അവിടുത്തെ കുറെ സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. സ്ഥലങ്ങളിൽ പോയി, കുറെ സ്ഥലങ്ങളിൽ പോയി. അച്ഛനും മോളും കൂടി പട്ടായയിൽ തന്നെ പോകാൻ പ്ലാൻ ഉണ്ടോ? ആക്ച്വലി ഞങ്ങൾ ഇനി അവിടെ കാണാത്ത സ്ഥലമില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയപ്പോഴും ഫാമിലി ട്രിപ്പ് ഓപ്റ്റ് ചെയ്ത പട്ടായ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അമ്മ ഫസ്റ്റ് ഞങ്ങൾ ആദ്യം പട്ടായ പോയ സമയത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല, പേടിച്ചിട്ട്. അവിടെ വേറെ രീതിയിലെ ടൂറിസം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ പേടിച്ചിട്ട് എങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ ഒന്ന് പോയി മൊത്തം കണ്ടിട്ട് വന്നിട്ട് ശരി ഇനി പൊക്കോളാം, നമുക്ക് കാണാൻ പോവാം. ആൻഡ് ദിലീപേന്റെ മോള് നമിതയുടെ ഭയങ്കര ഫ്രണ്ട് ആണല്ലേ, ബെസ്റ്റ് ഫ്രണ്ട് ആയി അല്ലേ മീനൂട്ടി. മീനൂട്ടിനെ നമ്മളെ വിശേഷങ്ങളൊന്നും അധികം കേട്ടിട്ടില്ല. മീനൂട്ടി എങ്ങനെയാണ്, ഇതേപോലെ സൈലന്റ് ആണോ അതെയോ ഓവർ ടോക്കറ്റീവ് ആണോ? മീനൂട്ടി എന്താ പറയാ, ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പാവമാണ്, ഭയങ്കര പാവമാണ്. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ അവൾക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഏറ്റവും 3 years എടുത്തു ഞങ്ങൾ കമ്പനി ആവാൻ വേണ്ടിയിട്ട്. നാദർശിക്കയുടെ 2 മക്കളുണ്ട്, ഐഷ, ഖദീജ, മീനൂട്ടി, ഞാൻ. ഞങ്ങൾ 4 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് എനിത്തിങ്, എന്തിനെ കുറിച്ച് സംസാരിക്കും. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ ആരും സിനിമയെ കുറിച്ച് പറയലില്ല, സിനിമയുടെ ഒരു കാര്യങ്ങളും പറയലില്ല.
ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എത്ര പാതിരാത്രി ആണെങ്കിലും അടിപൊളി. അപ്പൊ നിങ്ങൾ 4 പേരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. താങ്ക് യു. ആൻഡ് നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോയാലോ? ഒരു പസിൽ ഗെയിമാണ്. സോ നമുക്ക് വിഷ്വൽ നോക്കിയാലോ? റെഡി? ഇത് ഞാനാണ് അല്ലേ? ഞാനല്ലേ? അല്ല, ഇത് ഞാനല്ല. ഒരു മുഖമുണ്ട്. ആരാണ് ഈ മുഖം? ഇത് കീർത്തിയാണോ? കീർത്തിയോ? കീർത്തി സുരേഷോ ആണോ? എനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ട് നോക്കൂ. കണ്ണിന്റെ ഒരു കുറച്ച് ഭാഗം കാണാം, പൊട്ട് കാണാം. ഇതിൽ എനിക്ക് എന്റെ എവിടെയൊക്കെയോ തോന്നുന്നുണ്ട്. നമിതയായിട്ട് എങ്ങനെ എന്ത് കണ്ടപ്പോഴും അങ്ങനെ തോന്നിയത്? കണ്ണോ? എനിക്കൊന്ന് മൂക്കിന്റെ എവിടെയും പാലം കണ്ടപ്പോ ഐ തിങ്ക് ഇറ്റ് ഇസ് കീർത്തിയാണെന്ന് തോന്നുന്നു. കാരണം എന്റെ അടുത്ത് മേനകാന്റി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും എവിടെയൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്ത് എന്തായാലും ഇത് കീർത്തി സുരേഷ് ആണെന്നാണ് എനിക്ക് നമിത പറയുന്നത്. നമുക്ക് നോക്കാം ഇതാരാണെന്ന് അല്ലേ? നോക്കാം. എനിക്കും തോന്നുന്നുണ്ട് ഇപ്പൊ. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ? ആ ഒരു കണ്ണിന്റെയൊക്കെ കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ. അതെ, കാരണം നമ്മളെങ്ങനെയെങ്കിലും കുഴപ്പിക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ നമുക്ക് അടി തരാൻ. അടിയൊക്കെ. ഇനി അടുത്തൊരു ഗെയിം, അടുത്തൊരു വിഷ്വലും കൂടി ഉണ്ട്. ഇതൊരു മലയാളി അല്ലല്ലോ. മലയാളി അല്ലേ? ഇത് ഐ തിങ്ക് ഇറ്റ് ഇസ് നയൻതാരയോ? ഐ തിങ്ക്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഐബ്രോസ്. പിന്നെ നയൻതാര ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. നയൻതാരയുടെ അപ്പം എല്ലാം, അതായത് മേക്കപ്പും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഫീച്ചർ എല്ലാം നോക്കാറുണ്ടോ? അങ്ങനെയല്ല, ഞാൻ നോക്കുന്നതിന്റെ കൂട്ടത്തില് എനിക്ക് ഇഷ്ടമുള്ള നടിയാണ്. ഐബ്രോസിലാണ് ഞാൻ പിടിച്ചത്. നോക്കട്ടെ. ഐബ്രോസിലാണ് നമിത നയൻതാരയുടെ ഐബ്രോസിൽ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ്. നോക്കട്ടെ. ഇനി ആ പിടിച്ചത് നോക്കാം, എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയായിരിക്കോ? അപ്പോ എന്താ പറയാ, നമ്മളാണ് ഇപ്പൊ ചമ്മി പോയത് സത്യത്തിൽ. കാരണം ഇത്ര പാടുള്ള ഒരു വിഷ്വലിന് ഇത് കൊടുത്തിട്ടും കണ്ടുപിടിച്ചു. ഞാൻ വിചാരിച്ചു നമിത പറയാൻ പോകുന്നത് അനുഷ്കയായിരിക്കും അല്ലെങ്കിൽ തമന്നയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കറക്റ്റ് ആയിട്ട് നയൻതാര തന്നെ പിടിച്ചു. അടിപൊളി. ഇനി വേണോ? കഴിഞ്ഞോ? ഇനി വേണോ വേണ്ടോ? അല്ല, വേണോ വേണ്ടോ അത് പറ. ഇനി വേണം. ഇനിയുണ്ട്. എവിടെയെങ്കിലും ഒന്ന് തോക്കണേ. ഇത് നസ്രിയാണെന്ന് തോന്നുന്നു. നസ്രിയ. റെഡി? ഉറപ്പാണ്? നസ്രിയാണെന്നാണ് നമിത പറഞ്ഞത്. നമുക്ക് തോന്നുന്നു. നോക്കാം. നസ്രിയാണോ? തോന്നുന്നു. ഇത് കുറച്ച് പഴയതാണ്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? നമ്മൾ കാണുന്ന ഫേസസ് അല്ലേ? അപ്പോ നമിതയെ തോപ്പിക്കാൻ ആകില്ല മക്കളെ എന്ന് നമിത തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ ഗെയിമും അല്ലെങ്കിൽ എല്ലാ വിഷ്വലും കറക്റ്റ് ആയിട്ട്, അതും ഒട്ടും സമയമെടുക്കാതെ തന്നെ ആൻസർ ചെയ്തു. ആൻഡ് ഈ ബുദ്ധി ഇതേപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശേഷങ്ങളൊക്കെ കിടക്കണോ അതെയോ നമുക്ക് പെർഫോമൻസ് കാണണോ? പെർഫോമൻസ് കാണാം. അതിനു മുമ്പ് നമുക്കൊരു വിഷ്വൽ കാണാം. നമസ്കാരം, എൻ്റെ പേര് സ്വാതി സുധീർ. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള കല്ലറ്റിങ്ങരയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ 10 വർഷത്തിലധികമായിട്ട് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു വരുന്നു. സ്വാതി സംഗീതത്തിലേക്ക് വന്നത് ഏകദേശം ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആള് ഉപജില്ല മത്സരത്തിൽ പങ്കെടുത്ത് ചെറിയൊരു ട്രോഫിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പോഴാണ്, അന്ന് മുതലാണ് സ്വാതിയിൽ സംഗീതവാസന ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഏതാനും വർഷങ്ങൾ ഗ്രാമീണയിലെ സംഗീത വിദ്യാർത്ഥിയായിരുന്നു. സംഗീതം അഭ്യസിക്കാനൊക്കെ വന്ന കുട്ടികളിൽ ഏറ്റവും അർപ്പണബോധത്തോടു കൂടി ആ സംഗീതത്തെ സമീപിച്ചിട്ടുള്ള നല്ല ഒരു പഠിതാവായിരുന്നു സ്വാതി. റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എനിക്ക് അവസരം തന്ന അമൃത ടിവിയോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിൽ എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നു വിശ്വസിക്കുന്നു.
പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മിടുക്കി പാട്ടുകാരിയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ലഭിച്ചിരിക്കുന്നത്. പാട്ടൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളെന്ന നിലയ്ക്ക് നമിതയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? അതെ. അടിപൊളി പാട്ടാണോ അതെയോ അടിപൊളിയാ. മെലോഡിയസ് ആണോ Excitement ആണ്. എന്താണ് എന്താണെന്ന് വരാൻ അറിയാം. അതെ. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളത് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സ്വാതി. സ്വാതി തൃശ്ശൂർകാരിയാണ് സ്വാതി അല്ലേ? ഗഡിയാണ് ഗഡി. അപ്പൊ ഇപ്രാവശ്യം തൃശ്ശൂർ ഭാഷ. തൃശ്ശൂർ ഭാഷയിൽ നമ്മിതയോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ചതിച്ച് 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 ചതിച്ച്. തൃശ്ശൂർ. തൃശ്ശൂർ വരട്ടെ, തൃശ്ശൂരിന്റെ ആ ഒരു എസൻസ് വരട്ടെ. എന്തോട്ടിപ്പോ ചോദിക്കാം. വന്നു വന്നു വന്നു. സന്തോഷമായി എനിക്ക്. ചോദിക്കാതെ സന്തോഷമായി ഗോപിയുടെ സന്തോഷായി. ഞങ്ങൾക്ക്. പിന്നെ മോൾക്ക് പാട്ടാണ്, ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു പാട്ടാണ് ജീവിതം അല്ലെങ്കിൽ പാട്ടുകാരി ആവാനാണ് ഇഷ്ടം എല്ലാം. വേറെ എന്തെങ്കിലും കഴിവുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഞാൻ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ക്ലാസ്സസ്. ഓ അത് ശരി, ഓൺലൈൻ. ഓൺലൈൻ. ആരെ കൂടെ വന്നിരിക്കണേ? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛന്റെ പേരെന്താണ്? സുധീർ. സുധീർ. അയ്യ. എന്ത് ചെയ്യണു? ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ ആയിരുന്നു. നാട്ടില് ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അത് ശരി, മോളുടെ പാട്ടിന്റെ കൂടെ ഇങ്ങനെ അതെ, ഒരു അതെ. യാത്രയിലാണ് നിങ്ങള്. അമ്മയുടെ പേരെന്താണ്? പേര് രജിത. രജിത. അപ്പൊ മോളുടെ അടുത്ത് പറയാറുണ്ടോ ഈ പാട്ട് നീ പാടിയ നന്നായിരിക്കും, നീ പാട്ടൊന്ന് പാടുവോ അങ്ങനെയൊക്കെ? നമ്മൾ അല്ലേ? പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ശരി. സോ അങ്ങനെ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെയും തകർപ്പൻ പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ പോവാണ് സ്വാതികുട്ടി. അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ കലാകാരികളുമായിട്ട് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ now we are saying bye bye. This is Chungat Jewelry Red Carpet.